ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ ഇന്ന് ഞാൻ ദേവുവിനെ എടുക്കാൻ പോവാണ്. പക്ഷേ ഈ പോക്കിന് എനിക്ക് ദേവുവിനെ കിട്ടത്തില്ല. കാര്യം ദേവുവിന് അംഗൻവാടിയിലൊക്കെ പോകണമായിരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അംഗൻവാടി പോയതിന് ശേഷം എനിക്ക് കുഞ്ഞുമാവെ തന്നിട്ടാണ് കേട്ടോ പോയത്. എന്തായാലും വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം ദേവുവിന് കസാര കയറാനുള്ള അംഗമായിരുന്നു ആ കാണിച്ചിരുന്നത്. പിന്നെ ഞാനെടുത്ത് കസാര കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം ഈ കസാരയ്ക്ക് ഇച്ചിരി പൊക്കം കൂടുതലായിരുന്നു. കസാരയിലൊരു ടേബിളാണ്, ടേബിളും അല്ലല്ലോ, എന്താണ് ഒരു 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 കസാര, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും എന്ത് കുന്തെങ്കിലും ആവട്ടെ. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. എനിക്കിതറിയാം, പേര് മറന്നു പോയത് കൊണ്ടാണ്. ദേവു എന്താണ് അങ്ങോട്ട് നോക്കിയിരിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കാർട്ടൂൺ ഇട്ട് കൊടുത്തേക്കുവാണ്. കാത്തു എന്ന് വെച്ചാൽ എൻ്റെ ദേവുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് നേരത്തിന് ശേഷം ഞാൻ ദേവുവിന് മാഗി ഉണ്ടാക്കി കൊടുത്ത്. തലേ ദിവസം ഞാൻ മാഗി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോഴും തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഗി ദേവുവിന് ഭയങ്കര ഇഷ്ടമാണ്. ദേവുവിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാഗി ഉണ്ടാക്കി കൊടുക്കുന്നത്. ദേവുവിന് മാഗി മാത്രമല്ല ഇപ്പി ഇഷ്ടമാണ്. ഞാൻ മാഗി അല്ല കൊടുക്കുന്നത്, ഇപ്പിയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ചിരി കണ്ടോ ഗൈസ്. ഇതിന് നല്ലൊരു എരിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പിക്ക് എന്തോരം എരിയുള്ള കാര്യം. എന്തായാലും ഭയങ്കര എരിയല്ല, എന്നാലും കുഞ്ഞു ആവയ്ക്ക് ഭയങ്കര എരിയായിരുന്നു കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കൊടുക്കുമായിരുന്നു. എന്തായാലും ദേവുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഈ ദേവുവിന് എരിയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ വെള്ളവും കുടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ കുറച്ചായിട്ട് കൊടുക്കാം. ഞാൻ അതിനകത്ത് ഓരോ പീസും എടുത്ത് കൊടുക്കുമായിരുന്നു. അത് ഞാൻ ഏറ്റവും ചെറുതായിട്ട് കൊടുക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ മാക്സിമം ചെറുതാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ നന്നായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒരു വലിയ പീസായിരുന്നു പിന്നീട് കൊടുത്തിരുന്നത്. എന്തായാലും കാത്തു ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോ ജനിക്കോ അതെന്താണ്, ഞാനൊരു വീഡിയോ അഡിക്റ്റ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ട് വെക്കും. പക്ഷേ ദേവുവിനും അത് ഇഷ്ടമാണ് കേട്ടോ. കുറേ വീഡിയോ ഉണ്ട് ദേവുമായിട്ടുള്ള, ഇഷ്ടംപോലെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പലതും ഇടാൻ പറ്റത്തില്ല. കാര്യം പലതിനകത്തും സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് ഇടാനും പറ്റത്തില്ല. എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം മ്യൂട്ടാക്കി കൂടെയെന്ന്. മ്യൂട്ടാക്കിയാലും ചിലതൊന്നും കൊള്ളത്തില്ല. കാര്യം അതിനകത്ത് കുറച്ചൊക്കെ ദേവുവിൻ്റെ സൗണ്ട് ഉണ്ട്. അത് കേൾക്കാൻ നല്ല രസമാണ്. അതാണ് അതിൻ്റെ രസം. അത് പിന്നെ മ്യൂട്ട് ചെയ്താലും കൊള്ളത്തില്ലായിരിക്കും. അതുകൊണ്ട് പിന്നെ അത് ഞാൻ ഇടാതെ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് തന്നെ വെച്ചേക്കുവാണ്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നിറഞ്ഞിരിക്കുവാണ് ദേവുവിനെ കൊണ്ട്. ദേവുവിൻ്റെ ഒരുപാട് ഫോട്ടോസും വീഡിയോസുമാണ് ഇപ്പോൾ എൻ്റെ ഫോണിനകത്ത്. പുതിയ ഫോൺ മേടിച്ചിട്ട് ഫോൺ നിറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ അതാണ് സത്യം. പിന്നെ ആണെങ്കിൽ ഞാൻ ദേവുവിന് വെള്ളം എടുക്കാൻ പോവുകയാണ് കേട്ടോ. വെള്ളം എടുത്തിട്ട് വരുവാണ്. എന്നിട്ട് ദേവു അതിനകത്ത് നിന്ന് എടുക്കാൻ വരുന്നുണ്ട്. പക്ഷേ ഞാൻ വരാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ദേവു അതിനകത്ത് നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വെള്ളം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം ദേവുവിന് നന്നായിട്ട് എരിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കൊടുക്കണ്ടെന്ന്. എന്നാലും ഞാൻ അത് എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് ദേവു കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് അത്രയ്ക്കും ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഓരോ കാർട്ടൂണൊക്കെ കാണിക്കുന്നുണ്ട്. കാർട്ടൂണോ അല്ല, ഓരോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ദേവുവിനും അത് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാലും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അത് എന്നെ കണ്ടിട്ടാണോ കാർട്ടൂൺ കണ്ടിട്ടാണോ ചിരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. അത് ഇനി രണ്ടും ഒന്നാണോ എന്നും അറിയത്തില്ല അല്ലേ. എന്തായല്ലേ ഞാൻ പറയുന്നത്, എനിക്ക് ഞാൻ ആകെ വട്ട് പിടിക്കുന്നുണ്ട്. ഈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവാറായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരു സമയം കിട്ടിയത്. കാര്യം ഞാൻ ഇപ്പോൾ രാവിലെ അഖിൽച്ചേട്ടൻ പോയി കഴിഞ്ഞാൽ ദേവുവിനെ പോയി എടുത്തുകൊണ്ട് വരും. ഉച്ചയ്ക്ക് എൻ്റെ ലൈവിന് ഒരു അരമണിക്കൂർ മുമ്പാണ് ദേവുവിനെ കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ലൈവ് തീർന്ന ഉടനെ ഞാൻ ദേവുവിനെ എടുക്കാൻ പോകും. എന്നിട്ട് വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴാണ് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ എനിക്ക് റെസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി എൻ്റെ ജോലികളെല്ലാം നടക്കുകയും വേണം. പിന്നെ വീഡിയോ എടുക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പോലും എടുക്കുന്നില്ല. ഇപ്പം ഞാൻ ദേവുവിൻ്റെ പുറകിലാണ്. പക്ഷേ നല്ല രസമാണ് കേട്ടോ സമയം പോകാൻ വേണ്ടിയിട്ട്. പണ്ട് ഞാൻ ചുമ്മാ കിടന്നുറങ്ങി സമയം കളയുമായിരുന്നു. ഇപ്പോൾ എനിക്ക് സമയം പോകാൻ വേണ്ടി നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് ദേവുവിനും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആയിരിക്കുമോ എന്തോ. ദേവു ആയിരിക്കും ഇപ്പം ഉത്തരം പറയേണ്ടത്. അതെന്തായാലും പോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ആ വഴിക്ക് പോയിട്ട് ഒരുപാട് അങ്ങ് കാട് കയറണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ദേവുവിന് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ദേവുവിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറയുമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. ദേവുവിന് ഇങ്ങനെ കണ്ണ് നിറയുന്നത് കൊണ്ട് എൻ്റെ തലയിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ഞാൻ ആകെ ചിന്തിച്ചു പോയി. പക്ഷേ ഒന്നുമില്ല ഗൈസ്, അത് തുളസിയിലയാണ്. ഇപ്പോൾ എൻ്റെ വലിയൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. എന്താ പറയുന്നത്, തുളസിയില തലയിൽ വെക്കുക. ഇപ്പം കണ്ടോ ഗൈസ്, ഞാൻ എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് ദേവു കരയുന്നത് കണ്ടോ. സത്യം പറഞ്ഞാൽ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. എന്നിട്ട് ദേവുവിന് ഞാൻ ഓരോ പീസ് വെച്ച് കൊടുക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ദേവു കരയുന്നത് കൊണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ദേവു 2 വട്ടം ചുമക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മതി കഴിച്ചത്. കാര്യം കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകുമായിരുന്നു ഗൈസ്. അതിനകത്ത് ചെറുതായിട്ടൊരു മുളകിൻ്റെ ഒരു അംശം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് മാറ്റിയിട്ടാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ബൈ ടാറ്റാ ലവ് യു ഒക്കെ പറയാമെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്, പിന്നെയും ഞാൻ വീഡിയോ എടുക്കേണ്ടി വന്നു. ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന കണ്ടോ ഗൈസ്, നല്ലതായിട്ട് കണ്ണ് നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓരോന്ന് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ ഞാനത് എടുത്തുകൊണ്ട് പോകാനോട്ട് അവളോട്ട് സമ്മതിക്കുന്നുമില്ല. കാര്യം അവൾക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ദേവു തന്നെ എടുത്ത് തിന്നാനും നോക്കുന്നുണ്ട്. ഈ ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ നമുക്കും കൂടെ സങ്കടം വരുന്നല്ലേ. എനിക്ക് അന്നേരം നല്ല സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ എടുത്തിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. അവൾക്ക് തിന്നാൻ ഇഷ്ടവും എനിക്ക് കൊടുക്കാനും ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എരിയൊന്നും നോക്കിയില്ല. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെള്ളവും കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു 3-4 പീസ് കുറേ വെള്ളവും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ദേവു അവിടെ നിന്ന് എനിക്ക് പിടുത്തം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം
ഞാൻ വിചാരിച്ചു ഇനി കൊണ്ടുപോയി വെച്ച് കൊടുക്കാം, മതി കഴിച്ചതെന്ന് പറഞ്ഞതിനാണ് ദേവുവിൻ്റെ ഈ ഒരു കരച്ചിൽ കേട്ടോ. ദേവിൻ്റെ മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരുവാണ് ഗൈസ്. ദേവ് മൂക്കൊക്കെ പിഴിയുവാണ്, എന്ത് ചെയ്യാനാണ്. അത് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അങ്ങ് സങ്കടം വന്ന് ഞാൻ ബാക്കി ഡബ്ബയിലടച്ച് തിരിച്ച് ദേവുവിനെ കൊണ്ടാക്കുമ്പോൾ അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ദേവുവിൻ്റെ മൂക്കൊക്കെ എരിയുവാണ്. എന്നിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിയുവാണ്. ഭയങ്കര ഡാൻസ് ഏരിയ കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നപ്പോഴത്തേനാണെങ്കിൽ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കരിയും പൊട്ടും ഒക്കെ എഴുതി കൊടുക്കാമെന്ന്. കരിയും കുളിപ്പിച്ച ഉടനെ അംഗൻവാടിയിൽ എടുത്തുകൊണ്ട് പോയതാണ്. അന്നേരം പെട്ടെന്ന് ഒരുക്കാൻ സമയം കിട്ടിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലെങ്കിൽ എപ്പോഴും കണ്ണും പിരുകമൊക്കെ എഴുതി പൊട്ടൊക്കെ ഇട്ട് ചുണ്ടരിയായിട്ടേ വരത്തുള്ളൂ. എന്തായാലും ഇങ്ങനെ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം അതുകൊണ്ടാണല്ലോ എനിക്ക് കണ്ണും പൊട്ടും ഒക്കെ എഴുതി കൊടുക്കാൻ തോന്നിയത്. എന്തായാലും മടി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയപ്പോഴും പെട്ടെന്ന് ഞെട്ടി ഉണരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് ആക്കിയതിന് ശേഷമാണ് കരിയും പൊട്ടും ഒക്കെ എഴുതി കൊടുക്കുന്നത്. ഇത് ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഐബ്രോ പെൻസിൽ വെച്ചിട്ടില്ലേ സാധാരണ കരി എഴുതുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുഞ്ഞാവ പിന്നെയും ഞെട്ടി ഉണരുന്നുണ്ടായിരുന്നു. അന്നേരം എനിക്ക് തന്നെ അങ്ങ് പേടി, അയ്യോ ഇപ്പോൾ എഴുന്നേക്കോ ഒരു കണ്ണ് മാത്രം എഴുതി കൊടുക്കേണ്ട അവസ്ഥയാവുമെന്ന്. പക്ഷേ അല്ല, അതിന് മുമ്പ് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ദേവു ആണെങ്കിൽ പണ്ട് ജനിച്ച സമയത്ത് ദേവുവിന് നിറച്ച് മുടിയായിരുന്നു ഗൈസ്. പക്ഷേ ഇപ്പം ദേവുവിൻ്റെ തലയ്ക്കകത്ത് മുടിക്കകത്ത് ഉള്ളു കുറവാണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നീട് ഇനിയിപ്പോൾ അതുകൊണ്ട് എണ്ണ നല്ലതായിട്ട് തേക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം പിന്നെയും ഉള്ളു വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ദേവുവിൻ്റെ കൈയൊക്കെ എടുത്തങ്ങ് തറയിട്ടേക്കുവാണ് കേട്ടോ. ഇതൊക്കെ നേരത്തെയാണ്, എന്നാലും ഞാൻ കുറച്ച് വലിച്ചു നീട്ടി പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാക്സിമം ഞാൻ അന്നത്തെ വീഡിയോ കുറേയൊക്കെ കളഞ്ഞെങ്കിലും കുറേയൊക്കെ വീഡിയോ ഇനിയുണ്ട്. പിന്നെ ഇതൊന്നും കളയാൻ എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതൊക്കെ യൂട്യൂബിൽ കിടന്ന ദേവു വലുതാകുമ്പോൾ ദേവുവിന് കാണാമല്ലോ. ദേവുവിന് ഞാനൊക്കെ കണ്ണെഴുതി കൊടുത്തതും പൊട്ട് തൊട്ട് കൊടുത്തത്, ദേവിൻ്റെ കുഞ്ഞിലത്തെ ദേവുവിൻ്റെ മുഖമൊക്കെ കാണാമല്ലോ. ഇതൊക്കെ എന്തായാലും ഓരോ ഓർമ്മകളല്ലേ ഗൈസ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊച്ചു പിള്ളേർക്ക് കരിയും പൊട്ടും ഒക്കെ എഴുതി കൊടുക്കാം. പണ്ട് പാറുവിന് ഞാൻ എപ്പോഴും കരിയും പൊട്ടും മറ്റേ പുരുകത്തും പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. കവിളിലും താടിക്കും ഒക്കെ പൊട്ടിട്ട് കൊടുക്കുമായിരുന്നു. എവിടെയൊക്കെ പൊട്ടിട്ട് കൊടുക്കാമോ അവിടെയൊക്കെ ഞാൻ പാറുവിന് പൊട്ടിട്ട് കൊടുക്കുമായിരുന്നു. പാറു ആരാന്ന് സത്യത്തിൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ദേവുവിന് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കത്തില്ലെങ്കിൽ ദേവുവിന് കുഞ്ഞു പൊട്ടായിട്ട് കൊടുക്കുന്നത്. കാര്യം കുഞ്ഞു പൊട്ടായിരിക്കും ദേവുവിന് കുറച്ചും കൂടെ ഭംഗിയെന്നാണ് എൻ്റെ ഒരു വിചാരം. എന്തായാലും ആ വിചാരം കൊണ്ടാണെന്ന് തോന്നുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്വാസം മുട്ടിപ്പോകുന്നു, ഒറ്റ സ്ട്രെസ്സിലല്ലേ പറയുന്നത്. കാര്യം ഈ വീഡിയോ നാളെയെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ടെങ്കിലും ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. കാര്യം യൂട്യൂബിൽ കിടപ്പുണ്ടെങ്കിൽ പിന്നെ ഫോണിനകത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഐലൈനർ എഴുതി കൊടുത്തപ്പോഴാണെങ്കിൽ ദേവ് താണ്ട് ഇതുപോലെ കൈ വെച്ചങ്ങ് തുടച്ച് കളഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയൊരു ഉപകാരമായി. എനിക്ക് ബാക്കിലോട്ട് വാലിടേണ്ടി വന്നില്ല, അവൾ തന്നെ തുടച്ച് ബാക്കിലോട്ട് അങ്ങ് ആക്കി. അതും കറക്റ്റ് അങ്ങ് സ്ട്രെയിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഉപകാരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മായ്ച്ച് കളഞ്ഞിട്ട് അടുത്തത് വരയ്ക്കാമെന്ന്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കരുതി അപ്പുറത്തെ കണ്ണിലും എഴുതി കൊടുക്കാമെന്ന്. അപ്പുറത്തെ കണ്ണിൽ എഴുതി കൊടുക്കാൻ നേരത്തും എനിക്ക് ഇതുപോലെ പേടിയുണ്ടായിരുന്നു. കൈയാണെങ്കിൽ പടപടാ വിറയ്ക്കുമായിരുന്നു. ഇതുപോലെ വിറച്ചിൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാര്യം അതുപോലായിരുന്നു. ദേവു ആണെങ്കിൽ ചെറുതായിട്ട് തൊടുമ്പോഴേ ദേവു ചെറുതായിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കുഞ്ഞുവാവകൾക്ക് ഐലൈനർ എഴുതി കൊടുത്തുകൂടെന്നാണ്. പക്ഷേ ഈ ഐലൈനർ കുഞ്ഞുവാവകൾക്ക് എഴുതാവുന്ന ഐലൈനർ ആയിരുന്നു. പിന്നെ ഇതുവരെ ദേവുവിന് ഐലൈനർ ഒന്നും എഴുതി കൊടുത്തിട്ടില്ലായിരുന്നു, കരി മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനി മുതൽ നമ്മൾ എഴുതുമ്പോൾ കരി മാത്രമേ കൊടുക്കൂ കേട്ടോ ഗൈസ്. അതിന് ശേഷമാണെങ്കിൽ ഞാൻ പൊട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു വെറൈറ്റി പൊട്ടിട്ട് ഗൈസ്. പണ്ടത്തെ അമ്മമാരുടെ പാമ്പും കോലും പോലെ ഒരു എണ്ണം ഇട്ടു. പക്ഷേ അതെന്താണെന്ന് അറിഞ്ഞുകൂടെ ഗൈസ്, അത്ര ശരിയായില്ല. അപ്പം എസ് അങ്ങ് പുളഞ്ഞു പോയി. കാര്യം എസ് ഇട്ടപ്പോഴത്തേനും അവൾ ഞെട്ടി ഉണർന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പിരികം വരച്ച് എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയണം കേട്ടോ. എന്നിട്ട് ഞാൻ 3-4 കുത്തു ഇട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പൊട്ട് മായ്ച്ചതിന് ശേഷം വേറൊരു പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ആ പൊട്ടിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ബൈ ബൈ ചേട്ടാ, ലവ് യു.